എന്താണ് ഡയബറ്റീസ്? ഷുഗർ അസുഖം. ഡയബറ്റീസ് അസുഖം വരുന്ന കാരണം എന്താണ്? ഡയബറ്റീസിന് കാരണമാകുന്ന ഇൻസുലിൻ അധികരിക്കുന്നതും ഇൻസുലിൻ ഇല്ലാതാകുന്ന അവസ്ഥയും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ വാരി വലിച്ച് തിന്നുന്ന ചോറ്, പുട്ട്, പത്തിരി, ഉപ്പുമാവ്, അതുപോലെ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, ഓട്സ് എന്നിങ്ങനെ എല്ലാ ധാന്യങ്ങളും കൊണ്ടുണ്ടാക്കിയ എല്ലാ ഭക്ഷണങ്ങളും വിവിധ തരം ജ്യൂസുകളുമാണ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നത്. ഈ വക ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഇൻസുലിൻ വർദ്ധിച്ചാൽ മാരകമായി ഉണ്ടാകുന്ന രോഗങ്ങളും അതുപോലെ ശരീരത്തിലെ ഗ്ലൂക്കോസ് അധികരിക്കുകയും ശേഷം ഒരാൾ പ്രമേഹ രോഗി അതായത് ഡയബറ്റീസ് രോഗിയായി മാറുമെന്നുള്ള കാര്യം നമ്മുടെ ഇടയിൽ ചിലർക്കേ അറിയത്തുള്ളൂ. എങ്ങനെയാണ് ഷുഗർ അസുഖം പിടിപെടുന്നത്? ഷുഗർ അസുഖം എത്ര തരം? ഡയബറ്റീസ് 1 എന്താണ്? ഡയബറ്റീസ് 2 എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വളരെ സിമ്പിളായി മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണിത്. നമ്മൾ ഡയബറ്റീസ് പിടിപെട്ട് മരുന്നെടുക്കുക എന്ന ശീലം മാറ്റി അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നുള്ളത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. നമ്മൾ ഷുഗർ അസുഖത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പരിചയപ്പെടേണ്ടത് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയെയും അതുപോലെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിനെയും കുറിച്ചുമാണ്. കാരണം ഡയബറ്റീസ് 2 എന്ന അസുഖം, അതായത് ഷുഗർ അസുഖം 2 തരത്തിലും ഞാൻ പറഞ്ഞു, ഡയബറ്റീസ് 2, ഡയബറ്റീസ് 1. അപ്പോൾ ഡയബറ്റീസ് 2 എന്ന അസുഖം ഇൻസുലിൻ അധികരിച്ചാൽ ഉണ്ടാവുന്നതും, ഡയബറ്റീസ് 1 പാൻക്രിയാസ് ഗ്രന്ഥി നശിച്ച് അത് ഇതേ ഇൻസുലിൻ ഇല്ലാതാവുന്ന അവസ്ഥയുമാണ്. അപ്പോൾ എല്ലാവരുടെയും സംശയം ഇതാണ്, ഡയബറ്റീസ് 1, ഡയബറ്റീസ് 2 എന്നുണ്ടോ? ഷുഗർ അസുഖം എല്ലാം ഒരുപോലെയല്ലേ? യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ച ഭക്ഷണം ദഹിക്കുകയും അത് ന്യൂട്രിയൻ മോളിക്യൂളായി മാറുകയും നമ്മുടെ ദഹനേന്ദ്രിയം ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിനകത്ത് എത്തിയതിനു ശേഷം ഗ്ലൂക്കോസായി മാറുന്നു. ഈ ഗ്ലൂക്കോസാണ് ശരീരത്തിന് വേണ്ട ഇന്ധനം. ശരീരത്തിന് ഗ്ലൂക്കോസിനെ ഇന്ധനമായി ഉപയോഗിക്കാൻ വേണ്ടി ഈ ഗ്ലൂക്കോസ് ശരീരത്തിലെ കോശങ്ങളിൽ, അതായത് നമ്മുടെ ബോഡിയുടെ സെല്ലിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ സഹായിക്കുവാൻ വേണ്ടിയാണ് പാൻക്രിയാസ് എന്ന ഒരു അവയവം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഹോർമോൺ ഗ്ലൂക്കോസിനെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വാഹനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസുലിൻ ഒരു കരിയറായി അല്ലെങ്കിൽ ഒരു വാഹനമായി ഇവിടെ പ്രവർത്തിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചതിൽ കിട്ടുന്ന ഊർജം, അതായത് ഗ്ലൂക്കോസ് ശരീരത്തിലെ രക്തത്തിൽ കൂടുമ്പോൾ ഉടനടി പാൻക്രിയാസ് എന്ന ഈ അവയവം ഈ ഇൻസുലിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസിനെ കോശത്തിലേക്ക്, അതായത് സെല്ലിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ വാരി വലിച്ചു തിന്നുമ്പോൾ അമിതമായ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇതിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് പാൻക്രിയാസ് ക്രമാതീതമായി കൂട്ടുന്നു. അമിതമായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ് നമ്മുടെ വില്ലൻ. നമ്മൾ വാരി വലിച്ച് തിന്നുമ്പോൾ അമിതമായ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിനുള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് ഉടനടി അധികരിക്കുന്നു. ഇതിനെ ശരീരത്തിലെ കോശങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ഇൻസുലിൻ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് കിട്ടിക്കഴിഞ്ഞാൽ കോശങ്ങൾ ഗ്ലൂക്കോസ് എടുക്കുന്നത് നിർത്തുന്നു. ഇൻസുലിന് ഗ്ലൂക്കോസ് എത്തിക്കുന്നത് നിർത്തുവാൻ സിഗ്നൽ കൊടുക്കുന്നു. പക്ഷേ നമ്മൾ കഴിക്കുന്ന അമിതമായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കാരണം ഇൻസുലിന് വേണ്ട വിധത്തിൽ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ എത്തിക്കപ്പെടാൻ വേണ്ടി പാൻക്രിയാസ് ഇൻസുലിനെ വീണ്ടും അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ കോശങ്ങളാണെങ്കിൽ, അതായത് നമ്മുടെ സെല്ലാണെങ്കിൽ ഗ്ലൂക്കോസ് അകത്ത് ചെല്ലുന്നതിനെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഇൻസുലിൻ ഗത്യന്തരമില്ലാതെ അമിതമായി ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി ഫാറ്റിൻ്റെ രൂപത്തിൽ നമ്മുടെ കരളിൽ നിക്ഷേപിക്കുന്നു. വീണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് വരികയും രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുകയും ചെയ്യുമ്പോൾ അത് വീണ്ടും ഗ്ലൈക്കോജനായി നമ്മുടെ ഫാറ്റിൻ്റെ രൂപത്തിൽ ലിവറിൽ സൂക്ഷിക്കുകയും അവസാനം കരളിൽ ഫാറ്റ് കുമിഞ്ഞുകൂടി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഈ ഫാറ്റുകൾ കുമിഞ്ഞുകൂടുന്നു. ഓക്കെ, ഇനി ഇവിടെ ഈ പ്രക്രിയ മൂലം എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വാരി വലിച്ച് തിന്ന് അമിതമായി കിട്ടുന്ന ഗ്ലൂക്കോസിനെ എങ്ങനെയെങ്കിലും ഇൻസുലിനെ കൊണ്ട് നമ്മുടെ കോശങ്ങളിലേക്ക് അയക്കാൻ അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ഈ ഇൻസുലിൻ കോശങ്ങളിൽ പോയി നിക്ഷേപിക്കാൻ ശ്രമിക്കുകയും കോശങ്ങൾ അത് തടയുകയും അവസാനം എവിടെയും നിക്ഷേപിക്കാൻ പറ്റാതെ തിരിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസ് അധികരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് 2 എന്നാണ് നമ്മൾ പറയുന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ഡയബറ്റീസ് 2 പിടിച്ചാൽ അത് നോർമൽ സ്റ്റേജിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ കഴിക്കുന്ന ഭക്ഷണക്രമം മാറ്റിയാൽ മതി. ഡയബറ്റീസ് 2 പിടിച്ചയാൾ ഇനിയും ഭക്ഷണക്രമം മാറ്റാതെ വീണ്ടും വാരി വലിച്ച് തിന്നുകൊണ്ട് പാൻക്രിയാസ് വീണ്ടും ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കുകയും അമിതമായ ഗ്ലൂക്കോസ് കോശങ്ങൾ തിരസ്കരിക്കുകയും അതുപോലെ നമ്മുടെ കരൾ അമിതമായ ഗ്ലൂക്കോസിനെ തിരസ്കരിക്കുകയും അമിതമായ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ എന്ന കൊഴുപ്പായി ശരീരത്തിൽ മൊത്തം നിറയുകയും അവസാനം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് എന്ന ഗ്രന്ഥി നശിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് 1, അതായത് ശരിയായ ഒരു ഷുഗർ രോഗി. ഡയബറ്റീസ് 1 പിടിച്ച ആളുടെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ഇല്ലാതിരിക്കുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നില്ല.
അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസ് ആയി കഴിഞ്ഞാൽ അത് എവിടെയും പോകാതെ രക്തത്തിൽ ഉടനടി കൂടുകയും ചെയ്യുന്നു. രണ്ടാമത് പറയുകയാണെങ്കിൽ അമിതമായ ഫാറ്റ് ഡിപ്പോസിറ്റ് മൂലം കുടവയർ ഉണ്ടാവുന്നു. മൂന്നാമത് പറയുകയാണെങ്കിൽ ഫാറ്റ് ലിവർ അസുഖമുണ്ടാവുന്നു. നാലാമത് പറയുകയാണെങ്കിൽ ലിവർ അസുഖം പിടിപെടുന്നു. അഞ്ചാമതായി പറയുകയാണെങ്കിൽ രക്തത്തിലെ അമിതമായ ഗ്ലൂക്കോസ് അളവ് രക്തധമനികളെ നശിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ചെറിയ രക്തധമനികളെ നശിപ്പിക്കുന്നു. ഇതുമൂലം ഒരാൾക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നു, കിഡ്നി അസുഖം പിടിപെടുന്നു, ശരീരഭാരം കൂടുന്നു, ശരീര തളർച്ച അനുഭവപ്പെടുന്നു, വലിയ രക്തധമനികൾ നശിക്കുന്നത് മൂലം കാർഡിയോ വാസ്കുലർ രോഗങ്ങൾ വരെ പിടിപെടുന്നു. അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാവുന്നു, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് അസുഖം, സ്ട്രോക്ക്, എല്ലാ അവയവങ്ങളിലേക്കുള്ള രക്തോട്ടം കുറയുന്നു. ഇതുമൂലം ഗാംഗ്രീൻ എന്ന അസുഖം പിടിപെടുന്നു. മനസ്സിലാക്കുക, ഗാംഗ്രീൻ എന്ന ഒരു അസുഖം എന്ന് പറയുന്നുള്ളത് ശരീരഭാഗം മുറിച്ചു മാറ്റുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അസുഖം മാറ്റാൻ നമ്മുടെ കയ്യിൽ ഒരു വിദ്യ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതികൾ ക്രമീകരിക്കുക. ഷുഗർ അസുഖം പിടിപെട്ടാൽ പൂർണ്ണമായി മരുന്ന് കൊണ്ട് മാറ്റുവാൻ പറ്റില്ല, നിയന്ത്രിക്കുവാനേ പറ്റത്തുള്ളൂ എന്നതാണ് വസ്തുത. ഷുഗറിനെ നിയന്ത്രിക്കുവാൻ മരിക്കുവോളം മരുന്നുകൾ എടുക്കേണ്ടതായി വരുന്നു. പാൻക്രിയാസ് ഗ്രന്ഥി ഇല്ലാത്തതുകൊണ്ട് ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ശരീരത്തിലേക്ക് ഇൻസുലിൻ കുത്തിവെക്കുന്നു. അത് ഇഞ്ചക്ഷൻ ആയാലും ഗുളികയായാലും മരിക്കുവോളം തിന്നേണ്ട അവസ്ഥയിലെത്തുന്നു. ഇനി നമുക്ക് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നോക്കാം. ഒന്ന്, പഞ്ചസാര ഒഴിവാക്കുക. പഞ്ചസാര അംശം അടങ്ങിയ എല്ലാതരം ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഓർക്കുക, ഇവിടെ ഒരാൾക്ക് പഞ്ചസാര ആദ്യം ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾ ക്രമേണ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് തീരെ ഒഴിവാക്കിയാൽ മതി. ഒരു 2 ആഴ്ച കൊണ്ട് ക്രമേണ പഞ്ചസാര ഒഴിവാക്കുന്നതിലേക്ക് എത്തുക. രണ്ടാമത് പറയുകയാണെങ്കിൽ അന്നജ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നേരെ പകുതിയാക്കുക. അന്നജ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസം കഴിക്കുന്ന അരി, ഗോതമ്പ്, റവ, ചോളം, റാഗി, ഓട്സ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഇത് എപ്പോഴും കഴിക്കുന്നതിൻ്റെ നേർ പകുതിയായി കഴിക്കുക. മൂന്നാമത് പറയുകയാണെങ്കിൽ ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക. നാലാമത് പറയുകയാണെങ്കിൽ ജങ്ക് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇവിടെ ഒരാൾക്ക് ജങ്ക് ഭക്ഷണങ്ങൾ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് കഴിക്കുന്നതിന് ക്രമേണ കുറച്ച് കൊണ്ടുവന്ന് ഒരാഴ്ചയിൽ പൂർണ്ണമായി ഒഴിവാക്കുന്നതിലേക്ക് എത്തിപ്പെടുക. അഞ്ചാമത് പറയുകയാണെങ്കിൽ മുക്കിപ്പൊരിച്ച സാധനങ്ങൾ ഒഴിവാക്കുക. അതായത് എണ്ണയിലിട്ട് മുക്കിപ്പൊരിക്കുന്ന സാധനങ്ങളാണ് ഒഴിവാക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ മീൻ പൊരിച്ചത്, ഓംലേറ്റ് പോലെയുള്ള മുക്കിപ്പൊരിക്കാത്തവയാണ്, അതുകൊണ്ട് കഴിക്കാവുന്നതുമാണ്. മുക്കിപ്പൊരിക്കാത്തവയെ ഷാലോ ഫ്രൈ എന്നാണ് പറയുന്നത്. ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആറാമത് പറയുകയാണെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുക. ഏഴാമത് പറയുകയാണെങ്കിൽ പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ്, കുപ്പികളിൽ വരുന്ന ശീതളപാനീയങ്ങൾ, കോള അതുപോലെയുള്ള ഒഴിവാക്കുക. എട്ടാമത് പറയുകയാണെങ്കിൽ സ്ട്രോബെറി, അവക്കാഡോ, ബ്ലൂബെറി, ഗ്രേപ്പ് ഫ്രൂട്ട്, ഈ 4 ഫ്രൂട്ട്സേ കഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ബാക്കിയുള്ള ഫ്രൂട്ട്സിൽ സുക്രോസ് ഉള്ളത് കൊണ്ടാണ് ഒഴിവാക്കാൻ പറയുന്നുള്ളത്. പൊതുവെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം കഴിക്കുക. എന്ത് കിട്ടിയാലും കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പ്രഷർ അസുഖം, കിഡ്നി അസുഖം, കാഴ്ചശക്തിക്കുണ്ടാകുന്ന അസുഖങ്ങൾ, അമിതമായ വണ്ണം എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത അസുഖങ്ങളുടെ ഉറവിടം എന്താണെന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകൾ എല്ലാവരിലും എത്തിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്ന് കാണണമെങ്കിൽ കൂടെ ബെൽ ഐക്കൺ അമർത്തുക. എന്നാലേ ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് ഉടനടി നോട്ടിഫിക്കേഷൻ നൽകുകയുള്ളൂ. ഞാൻ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് ഉടനടി നോട്ടിഫിക്കേഷൻ നൽകുവാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെയുള്ള ബെൽ ഐക്കൺ അമർത്തണമെന്ന് ഞാൻ പറയുന്നുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ ഐ കം വിത്ത് എനി വീഡിയോ, ദിസ് ആഷിൻ തെലങ്കാന മൊഹമ്മദ് സൈനിങ് ഓഫ്.